1963 കേരളത്തിൻ്റെ തെക്കൻ തീരത്ത് ഒരു സാധാരണ പ്രഭാതം. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. പള്ളിയിലെ മണികൾ മുഴങ്ങുന്നു, കുർബാനയ്ക്കൊരുങ്ങുന്നു. എല്ലാം പതിവ് പോലെ. പക്ഷേ ആ കൊച്ചു ഗ്രാമത്തിലെ ആരും അന്നറിഞ്ഞിരുന്നില്ല, അവരുടെ ഗ്രാമം ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായി മാറുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു യാത്ര ഇന്ത്യയെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സൂര്യനിലേക്കും വരെ എത്തിക്കുന്നു. ആ ഗ്രാമത്തിൻ്റെ പേര് തുമ്പ. 1960-കളിൽ ലോകം രണ്ട് ശക്തികളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഒരു വശത്ത് അമേരിക്ക, മറുവശത്ത് സോവിയറ്റ് യൂണിയൻ. ഇരുവരും ബഹിരാകാശ മത്സരത്തിലായിരുന്നു. ആരാണ് ആദ്യം എത്തുക? ആരാണ് കൂടുതൽ ശക്തൻ? ആരാവും ഭാവിയെ നിയന്ത്രിക്കുക? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്കായിരുന്നു അന്ന് ലോകം ഉറ്റുനോക്കിയത്. എന്നാൽ അന്നത്തെ ഇന്ത്യയിൽ അപ്പോഴും ദാരിദ്ര്യത്തോടും വികസന വെല്ലുവിളികളോടും പോരാടുന്ന ഒരു യുവരാജ്യം. അത്തരമൊരു സമയത്ത് പലർക്കും ഒരു ചോദ്യമുണ്ടായിരുന്നു: ഇന്ത്യക്ക് ബഹിരാകാശ ഗവേഷണം ആവശ്യമാണ്. എന്നാൽ ഒരാൾക്ക് ഉത്തരം വ്യക്തമായിരുന്നു: ഡോക്ടർ വിക്രം സാരാഭായ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ലളിതമായിരുന്നു: ബഹിരാകാശം സമ്പന്ന രാജ്യങ്ങളുടെ കളിപ്പാട്ടമല്ല, കുത്തകയുമല്ല. ശരിയായി ഉപയോഗിച്ചാൽ അതൊരു രാജ്യത്തിൻ്റെ വികസനത്തിനുള്ള ഉപകരണമാണ്. കൃഷിക്കും കാലാവസ്ഥാ പഠനത്തിനും ആശയവിനിമയത്തിനും വിദ്യാഭ്യാസത്തിനും, അങ്ങനെ എല്ലാ മേഖലകളിലും. അതിനായി ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ പരിപാടി ആരംഭിക്കണം. പക്ഷേ ആദ്യം വേണ്ടത് ഒരു സ്ഥലമായിരുന്നു. റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. ഇന്ത്യയുടെ പല ഭാഗങ്ങളും പരിശോധിച്ചു. എന്നാൽ ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ ഒടുവിൽ കേരളത്തിലേക്ക് തിരിഞ്ഞു. തിരുവനന്തപുരത്തിന് സമീപമുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം തുമ്പ. എന്തുകൊണ്ട് തുമ്പ? ഉത്തരം ലളിതമാണ്. അത് ഭൂമിയുടെ അദൃശ്യമായ ഒരു രേഖയിലാണ്, മാഗ്നറ്റിക് ഇക്വേറ്റർ. ഈ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങൾ മുകളിലെ അന്തരീക്ഷത്തെയും അയണോസ്ഫിയറിനെയും പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. തുമ്പ ഈ മേഖലയോട് വളരെ അടുത്തായിരുന്നു. ശാസ്ത്രജ്ഞർക്ക് അതൊരു ഗ്രാമമായിരുന്നില്ല, ഒരവസരമായിരുന്നു, ഒരു അപൂർവ അവസരം. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു, വലിയൊരു പ്രശ്നം. ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ മധ്യത്തിൽ നിലകൊണ്ടിരുന്നത് ഒരു പള്ളിയായിരുന്നു, സെയിൻറ്റ് മേരി മഗ്ദലിൻ പള്ളി. അതിനു ചുറ്റും നൂറുകണക്കിന് കുടുംബങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ജീവിതം, ഓർമ്മകൾ, അവരുടെ സമൂഹം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം ചില ശാസ്ത്രജ്ഞർ നിങ്ങളുടെ ഗ്രാമത്തിലെത്തി പറയുകയാണ്: ഈ സ്ഥലം രാജ്യത്തിൻ്റെ ഭാവിക്കായി ഞങ്ങൾക്ക് വേണം. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇവിടെയാണ് ഈ കഥ അസാധാരണമാകുന്നത്. വിക്രം സാരാഭായിയും സംഘവും പ്രദേശവാസികളുമായി സംസാരിച്ചു. അന്നത്തെ ബിഷപ്പായിരുന്ന ഡോക്ടർ പീറ്റർ ബെർണാഡ് പെരേരയും ഈ ശ്രമത്തിൽ പങ്കാളിയായി. അവർ ഒരു പദ്ധതിയെക്കുറിച്ചല്ല സംസാരിച്ചത്, ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച്. അതിനുശേഷം നടന്നത് ഇന്നും അതിശയകരമായി തോന്നുന്ന ഒരു സംഭവമാണ്. പ്രദേശവാസികൾ സമ്മതിച്ചു, പള്ളിയും ഭൂമിയും രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾക്കായി വിട്ടു നൽകാൻ. പള്ളി ഒരു ഗവേഷണ കേന്ദ്രമായി മാറി. പ്രാർത്ഥന നടന്നിരുന്ന ഹാളിൽ ശാസ്ത്രീയ ചർച്ചകൾ നടന്നു. പള്ളിമുറി ഒരു ഓഫീസായി മാറി. ഒരു കൊച്ചു മത്സ്യബന്ധന ഗ്രാമം ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നത്തിൻ്റെ ആദ്യ വിലാസമായി മാറി. ഇന്ന് ISROയെ കാണുമ്പോൾ നാം ഓർക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളും അത്യാധുനിക റോക്കറ്റുകളുമാണ്. പക്ഷേ തുടക്കം അങ്ങനെയായിരുന്നില്ല. പല ഉപകരണങ്ങളും സൈക്കിളുകളിലാണ് കൊണ്ടുപോയിരുന്നത്, ചില വലിയ ഭാഗങ്ങൾ കാളവണ്ടികളിൽ. ഇന്ന് ലോകം ബഹുമാനത്തോടെ പറയുന്ന ഇന്ത്യൻ ബഹിരാകാശ പ്രോഗ്രാം അന്ന് അതിജീവനത്തിൻ്റെയും കണ്ടുപിടുത്തത്തിൻ്റെയും കഥയായിരുന്നു. പണം കുറവായിരുന്നു, സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. പക്ഷേ ഒരു കാര്യം ധാരാളമായി ഉണ്ടായിരുന്നു: ആത്മവിശ്വാസം. 1963 നവംബർ 21 തുമ്പ. ജനങ്ങൾ ആകാശത്തേക്ക് നോക്കി. അന്ന് വിക്ഷേപിക്കപ്പെട്ടത് ഒരു നിക്കി അപ്പാക്ഷെ സൗണ്ടിംഗ് റോക്കറ്റായിരുന്നു. ഇതൊരു ചന്ദ്രദൗത്യമല്ല, വലിയൊരു റോക്കറ്റുമല്ല. പക്ഷേ അതിൻ്റെ പ്രാധാന്യം മറ്റെന്തിനേക്കാളും വലുതായിരുന്നു. കാരണം അത് തെളിയിച്ചത് ഒരു കാര്യമാണ്: ഇന്ത്യക്ക് കഴിയും. അത് ഇന്ത്യയുടെ ബഹിരാകാശ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. പിന്നീട് ഈ കേന്ദ്രം ലോകമറിയുന്ന ഒരു പേരിൽ പ്രശസ്തമായി: ടേൾസ്, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി.
1969 ISRO രൂപം കൊണ്ടു. 1975 ആര്യഭട്ട ബഹിരാകാശത്തെത്തി. ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഇന്ത്യയെ പരസ്പരം ബന്ധിപ്പിച്ചു. PSLV ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനങ്ങളിൽ ഒന്നായി. ചന്ദ്രയാൻ ചന്ദ്രനിലെത്തി. മംഗൾയാൻ ചൊവ്വയിലും ആദിത്യ L1 സൂര്യനിലും വരെ എത്തി. ഗഗൻയാൻ ഇതാ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ലോകം ഇന്ന് ഈ നേട്ടങ്ങളെ കാണുമ്പോൾ അവയുടെ വേരുകൾ എവിടെയാണെന്ന് പലപ്പോഴും മറക്കുന്നുണ്ട്. ആ വേരുകൾ ഇവിടെ കേരളത്തിലാണ്, നമ്മുടെ തുമ്പയിലാണ്. തുമ്പ ഇന്നും ഇപ്പോഴും ഒരു ഗ്രാമമാണ്. പക്ഷേ അതോടൊപ്പം അതൊരു ഓർമ്മ കൂടിയാണ്. ഒരു രാജ്യം വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയ നിമിഷത്തിൻ്റെ ഓർമ്മ. അടുത്ത തവണ നിങ്ങൾ ചന്ദ്രയാനെക്കുറിച്ചോ ഗഗൻയാനെക്കുറിച്ചോ കേൾക്കുമ്പോൾ ഒരു നിമിഷം തുമ്പയെ ഓർക്കുക. കാരണം ഇന്ത്യയുടെ ബഹിരാകാശ കഥ തുടങ്ങിയത് ഒരു റോക്കറ്റിൽ നിന്നല്ല, ഒരു സ്വപ്നത്തിൽ നിന്നാണ്. ആ സ്വപ്നത്തിന് ആദ്യം നൽകിയ വീട്, ആ മണ്ണ് കേരളത്തിൻ്റേതായിരുന്നു. ഇതുവരെ കേട്ടത് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായിയാണ്. തുമ്പ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തുമ്പയെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഉള്ള പ്രധാന കാരണം അത് മാഗ്നറ്റിക് ഇക്വേറ്ററിന് സമീപമായതിനാൽ എന്നതാണ്. ടേൾസ് എന്നതിൻ്റെ പൂർണ്ണരൂപം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ്. ഇന്ത്യയുടെ ബഹിരാകാശ യുഗത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്ന ആദ്യ റോക്കറ്റ് വിക്ഷേപണം നടന്നത് 1963 നവംബർ 21 ആ റോക്കറ്റിൻ്റെ പേര് നിക്കി അപ്പാഷെ സൗണ്ടിംഗ് റോക്കറ്റ് എന്നാണ്. തുമ്പയിലെ ശാസ്ത്രജ്ഞർക്ക് വിട്ടു നൽകിയ പള്ളിയുടെ പേര് സെയിൻറ്റ് മേരി മഗ്ദലിൻ പള്ളി എന്നാണ്. ബഹിരാകാശം വികസനത്തിനുള്ള ഉപകരണമാണെന്ന ആശയം മുന്നോട്ട് വെച്ചത് വിക്രം സാരാഭായിയാണ്. ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ പ്രധാനമായും ആശയവിനിമയത്തിനാണ് ഉപയോഗിക്കുന്നത്. ISRO രൂപീകരിക്കപ്പെട്ടത് 1969 ഇത്തരം കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി മനോരമ ഹൊറൈസൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ കണ്ടന്റിനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക.